നമുക്ക് ഇവിടെ ഒരാളെ നാമകരണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നാമങ്ങൾ അത് ഒരു ഹിന്ദുവാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് അരുൺകുമാറിന്റെ ശ്രദ്ധയിലേക്ക് ഇതൊന്നും വേണ്ട, താങ്കളുടെ പേര് തന്നെ താങ്കൾക്ക് ഇനി സിനിമയിൽ ഒരു കഥാപാത്രത്തിൽ ഇടാൻ പറ്റില്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജാനകി എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ എക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ആരാണ്? എസ് ജാനകിയാണ്. അപ്പോൾ ജാനകി അമ്മ ഇന്ന് പാടുന്നുണ്ടെങ്കിൽ നേറ്റു രാത്രി എമ്മ എന്ന പാട്ട് അവർക്ക് പാടാൻ സാധിക്കില്ലല്ലോ. പൊന്മേനി ഉരുകൃത് എന്ന പാട്ട് അവർക്ക് പാടാൻ സാധിക്കില്ലല്ലോ. അവർ ഭക്തിഗാനം മാത്രം പാടണമെന്ന് പറയൂ. എന്ത് തരത്തിലുള്ളൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്? പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതിനകത്തെ നായകൻ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു ഇന്നലെ രാത്രി ഞങ്ങളൊരു ചടങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണോ എന്നെനിക്കറിയില്ല. ഒരാൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അത് എന്ത് തരത്തിലുള്ള വിശ്വാസവും ആവട്ടെ, അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള നിലപാടായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടായിരിക്കാം, എന്തായാലും ഇത് സിനിമാ പ്രവർത്തകർക്ക് വലിയ അത്യന്തം അപകടകരമായ നീക്കമാണ് ബി ഉണ്ണികൃഷ്ണൻ.